നമ്മളെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രഡീഷണൽ ഫുഡാണ് ജോർജിയയുടെ കച്ചാപ്പൂരി എന്ന് പറഞ്ഞാൽ. കച്ചാപ്പൂരി 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 പല ഐറ്റംസും ഉണ്ട്. 2 ഐറ്റംസ്, ഒന്ന് ലുബിയാനി ഉണ്ട്, ഒന്ന് ചീസ് ഉണ്ട്. രണ്ടും ഓരോന്നെടുക്കുക, ചീസും ലുബിയാനും. ഇതാണ് 2 ഐറ്റംസ് ഇവിടുത്തെ കച്ചാപ്പൂരി, ഫേമസ് കച്ചാപ്പൂരി. രണ്ടിലും എന്താണ് ഒന്ന് ഫ്ലേവർ എന്താ? ചീസ്, മറ്റേത് കടല അരച്ചത്. കടലല്ല, നമ്മുടെ രാജ്മകല്ലേ, ഊത്തുപറി. ഓക്കെ, താങ്ക് യു. വിളിച്ചാണേ പൈസ കൊടുക്കാം. ഇവിടെ ഉണ്ടാക്കുന്നത് കാണാൻ കച്ചാപ്പൂരി ഉണ്ടാക്കണത്. പിടിച്ച് ഒരു പാത്രം നിറയെ ചീസ് വാരി വലിച്ച് അങ്ങനെ ഇട്ടത്. ഇത് ചീസല്ലത്, അതതിൻ്റെ ഉള്ളിലിടുക. അടുത്ത് തന്നെ അതാണ് കച്ചാപ്പൂരി. ഓവണിലിടുക പൂരി തന്നെ. കഴിഞ്ഞാ? അപ്പൊ കച്ചാപ്പൂരി ഇട്ട് എവിടെ പൊട്ടിച്ചാണ്, നിങ്ങൾ പൊട്ടിച്ച് ഓരോ ലെയറാക്കും. അതൊന്നും ഉണ്ടാക്കട്ടെ. ഇവൻ ഒരു ദിവസം എന്നോട് ഇവൻ പറഞ്ഞത് ഏകദേശം 1500 1500 കച്ചാപ്പൂരി വിൽക്കുന്നുണ്ട്. മതി 4 പണിക്കാരായി കണ്ടു. ഒന്നിനെന്താ വില? ഒന്നിന് 3 ലാറി ഇവിടെ ഇതുണ്ടാക്കുന്നത്, പുറത്താണെന്ന് 4 ലാറി. ഓക്കെ, ഇവിടെ 3-ന് 1 കിട്ടും. ഇത് നെയ്യും ഇതൊക്കെ വെച്ചിട്ട്. ഞൈക്ക വെച്ച് 4 മാല മടക്കിയിട്ട് ഒന്നും പാടി നോക്കും. പിന്നെ ഇതിൽ ചീസാണ് നിറക്കും അല്ലേ? തേമ്പി പിടിപ്പിക്കാൻ ഇനി പൊതിയാണ് അല്ലേ? മടക്കി അത്രേ ഉള്ളൂ. വേവിക്കും, നേരെ ഓവണിൽ വെക്കാം. അത്രയുള്ള പണി. ഇതിപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ തിന്നവരെണ്ണം അല്ലേ? ഇതിലേക്കൊരു ജ്യൂസും കുടിക്കും, ഒരു നേരത്തെ ഭക്ഷണം മതിയല്ലോ. അമ്മാതിരി സാധനമല്ലത്. ഓക്കെ, ഇവിടെ ഈ പട്ടണത്തിലാണ് വന്നിട്ടുള്ളത്. ഇവിടെയും നമ്മൾ പോയിട്ടുണ്ട്. ഇനി ഇവിടെ പോകണം. ഈ മലമുകളിലേക്കും പോകണം. ഇതൊക്കെ ഇനി കാഴ്ചക്കുകളാണ്. ഇതെല്ലാം കാണണം. പ്രകൃതിയാണ് ഇവിടെ ഏറ്റവും മനോഹരം കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ പ്രകൃതി മനോഹര കാഴ്ചകളാണ്. പിന്നെ എത്ര പ്രായമുണ്ട് ഈ വലതിയ മുനിസിപ്പാലിറ്റി പണി എടുക്കുന്ന കച്ചറ എടുക്കുന്ന വയസ്സിന്. നിവർന്ന് നടക്കാൻ ആ പാവത്തിന് വയ്യ, വളഞ്ഞിട്ടാണ് നടക്കണത്. എങ്ങനെയുണ്ട് ചോന? ബലൂൺ ബൗ, ഇതിലേക്ക് കറണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, റെസ്റ്റോറൻ്റ് ആണത്രേ. അതേപോലെ ഇത് നേരെ ആണോ, ഇതിൻ്റെ ഉള്ളിൽ നൈട്രജനൊക്കെ അങ്ങനെ പൊങ്ങുന്നത്. അപ്പോൾ ഈ കയറ് ഇവിടെ നിന്ന് ഇങ്ങനെ റിലീസ് ചെയ്ത് കൊടുക്കും അല്ലേ? പിന്നെ എന്തൊക്കെയാണോ? ഒരു സംഭവം തന്നെ. ഒരുപാട് ഭാഗത്തേക്ക് ഇതിന് സ്റ്റേ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ റിലീസ് ചെയ്തിട്ട് വേണം ഇത് പോകാൻ. കണ്ടോ, ഇവിടെയൊക്കെ കയറി ഇതിങ്ങനെ റിലീസ് ചെയ്ത് കൊടുക്കും. റബികൾ നല്ലോണം വരുന്നുണ്ട് ഈ വഴിക്ക് ഇങ്ങനെ. കാണുന്നത് മുഴുവനും റെസ്റ്റോറൻറ്റുകളാണ്. വ്യത്യസ്ത വൈബിൽ തീർത്ത റെസ്റ്റോറൻറ്റുകൾ. ഇപ്പം അങ്ങനെയാണല്ലോ, റെസ്റ്റോറൻറ്റ് എവിടെയാണോ അതിനനുസരിച്ചാണല്ലോ അവയുടെ പ്രൈസും വാല്യൂ ഒക്കെ. അപ്പം പിന്നെ ഒരു അല്പം വിശ്രമം. മുന്തിരിവള്ളിക്ക്, ഇതെന്ത് മുന്തിരിവള്ളി മരമല്ല, ഇതൊരു പ്രത്യേക ഒരു മരം, മുന്തിരിവള്ളി പോലുള്ള മറ്റൊരു മരം. ഏത് കാലത്തും വെള്ളം ഇങ്ങനെ ഉഴിഞ്ഞിറങ്ങും ഇതിൽ കൂടെ. എന്താ കഥ! നല്ല നാച്ചുറൽ വാട്ടർ,
ഹെർബൽ വാട്ടർ എന്നൊക്കെ അതിന് പറയാം. മെഡിക്കേറ്റഡ് ആണ്. ഈ വെള്ളം കുടിക്കും അത്രേ. ഈ ഉയർന്നിങ്ങനെ ഇറങ്ങുന്ന ഈ വെള്ളം എന്താ തണുപ്പ്, മാഷാ അല്ലാ. കൊള്ളാണ്. ഇതൊരു കൃത്രിമ മഴ പോലെ തോന്നും അല്ലേ? നല്ല തണുപ്പില്ലേ? എന്താ രസല്ലേ? അടച്ചോനെ അടച്ചോനെ എന്തോ ഒരു തണുപ്പ്. ഐസ് വാട്ടറാ. അതിൽ ഇത് കുടിക്കാൻ തീരുമാനിച്ചത്. എന്താ ഇങ്ങനെ കുടിക്കാലോ? ഒരു മധുരമുള്ള വെള്ളം കേട്ടോ. ഒരു മെഡിക്കേറ്റഡ് ആണ്. ഇതിൽ ഒരുപാട് മരുന്നുകൾ ഉണ്ടാവും. ഇതിലേ ഒരുപാട് ഈ ഹെർബലാണല്ലോ. ഈ വേര് മരത്തിന്റെ ഇലയുടെ ചെടിയുടെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒഴിഞ്ഞു ഇറങ്ങുമ്പോൾ ഒരുപാട് മരുന്ന് ഫലം ചെയ്യണ ഒരു വെള്ളം. നാച്ചുറൽ. അതായത് പ്രത്യേകത എല്ലാ വർഷവും ഉണ്ട്. ഇത് നിൽക്കാതല്ല. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അതെ